Hello friends, welcome to SAT, Centers Institution Center Madathamadi and Puthamelikara, free education to all. Please subscribe to our YouTube channel for new updated videos and also visit centerstinstitution.blogspot.in. Subscribe to our new channel too, only for higher secondary, +1 and +2. SAT Tuition at HSS. നമ്മുടെ പുതിയ ചാനലാണ് ചാനൽ 2. ഇവിടെയാണ് നമ്മൾ ഇനി മുതൽ +1 +2 ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുക. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ഓക്കെ, ലിങ്ക് നിങ്ങളുടെ അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ഹൗ ടു ക്രിയേറ്റ് ഓർ കൺസ്ട്രക്ട് മെട്രിക്സസ്. മെട്രിക്സുകൾ നമുക്ക് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് പഠിക്കും. Question is, construct a 3x2 matrix whose elements are given by aij half modulus I minus 3j. ഇത് കളിട്ട് ഞെട്ടൊന്നും വേണ്ട, ഇത് വെരി സിമ്പിൾ ആണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് ആദ്യം നോക്കാം. കൺസ്ട്രക്ട് 3x2 മെട്രിക്സ്. എന്താണ് 3x2? ദിസ് ഫസ്റ്റ് എലമെന്റ് റെപ്രസെന്റ് ദ റോ, നമ്പർ ഓഫ് റോ. എന്താണ് റോ? ഇങ്ങനെയുള്ളതാണ് റോ. ക്ലിയർ? അപ്പം എത്ര റോ വേണം? 3 റോ. ഫസ്റ്റ് റോ, second row, third row. Clear? And the second number represent column. So column എത്ര column വേണം? 2 വേണം. 1 2. First column, second column. Clear? Then first element എന്തായിരിക്കും പ്രത്യേകത? നമുക്ക് A എന്ന് പേര് കൊടുക്കാം. A. ഇത് first row, first column. സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? അത് കിടക്കുന്നത് ഫസ്റ്റ് റോ, രണ്ടാമത്തെ കോളം. ക്ലിയർ? ഫസ്റ്റ് റോ, രണ്ടാമത്തെ കോളം. ഓക്കെ, ഇനി അടുത്ത ആൾ, അതിനും ജനറലായിട്ട് നമുക്ക് എ എന്ന് കൊടുക്കാം. അത് ഏത് റോയാണ്? സെക്കൻഡ് റോ. എ, സെക്കൻഡ് റോ, ഏത് കോളം? ഫസ്റ്റ് കോളം. ക്ലിയർ? A2 1. അടുത്തത് ഇവിടെ ഒരാൾ വരും അല്ലേ? ഇതോ സെക്കൻഡ് റോ തന്നെ, but second column. കണ്ടോ? A2 2. ക്ലിയർ? ഇനി ഇവിടെ ഒരു എലമെന്റ് വരും. ജനറലായിട്ട് എ എന്ന് കൊടുത്താൽ എത്രാമത്തെ റോ? മൂന്നാമത്തെ റോയിൽ എത്രാമത്തെ കോളം? ഫസ്റ്റ് കോളം. 3 1. A3 1. ആൻഡ് ഇവിടെ ഒരു എലമെന്റ് വരും. അതെന്താണ്? തേർഡ് റോയിൽ സെക്കൻഡ് കോളം. 3 2. A3 2. ഇതാണ് നമ്മുടെ മെട്രിക്സ്. ജനറലി എങ്ങനെയുള്ള മെട്രിക്സ് ആണത്? 1 2 3. 3 by എത്രയാണ്? 1 2. 3x2 മെട്രിക്സ്. ക്ലിയർ? ജനറലി പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ആദ്യം കിടക്കുന്ന സംഖ്യയെ നമ്മൾ റോ എന്നും രണ്ടാമത് കിടക്കുന്ന സംഖ്യയെ നമ്മൾ എന്ത് വിളിക്കും? കോളം എന്ന് വിളിക്കും. ക്ലിയർ? അപ്പോൾ 3x2 മെട്രിക്സ് നിങ്ങളോട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏറ്റവും അവസാനം ഏറ്റവും മൂലക്ക വരുന്നത് 3 2 ആയിരിക്കും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ക്ലിയർ? ഓക്കെ, ജനറലായിട്ട് നമ്മൾ ഈ റോയിനെ നമ്മൾ ജനറലായിട്ട് I എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. ക്ലിയർ? കോളത്തിനെ നമ്മൾ ജനറലായിട്ട് J എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന AIJ എന്ന് പറയുന്നത് എന്താണ്? ഈ ഓരോ എലമെൻറ്റുമാണ്, അതിൻ്റെ ജനറലാണ്. ഓക്കെ, എന്നിട്ട് AIJ കണ്ടുപിടിക്കാൻ പറയുകയാണ് നിങ്ങളോട്. ഹാഫ് I minus 3j. എന്താണ് ഇതിൻ്റെ അർത്ഥം? വെരി സിമ്പിൾ. നിങ്ങൾക്ക് A11 കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? I സമം 1, J സമം 1. ക്ലിയർ? ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് A12 ഫസ്റ്റ് റോയിൽ സെക്കൻഡ് എലമെന്റ് പിടിക്കണം. അപ്പോൾ I സമം 1, J സമം 2. ക്ലിയർ? ഇനി നിങ്ങൾക്ക് A13 കാണണം. അങ്ങനെ കാണണമെന്ന് വിചാരിക്കും. അപ്പോൾ എന്താണ്? I സമം 1, J സമം 3. സപ്പോസ് A43 ആണെന്ന് വിചാരിക്കും. അപ്പോൾ എന്താണ്? I സമം 4, J സമം 3. ക്ലിയർ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ കൺസ്ട്രക്ട് 3x2 മെട്രിക്സ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 റോ. അപ്പോൾ ഐയുടെ വില എന്തൊക്കെ വരാം? ഐയുടെ വില നമുക്ക് 1 വരാം, പിന്നെ എന്ത് വരാം? 1 1 വരാം അല്ലേ? 1 2 വരാം, പിന്നെ എങ്ങനെ വരാം? 2 1 വരാം, 2 2, പിന്നെന്താണ്? 3 1 3 2. ഇത്രയാണല്ലോ നമ്മുടെ മെട്രിക്സ് വരാം. ക്ലിയർ? ഇതിൽ നിന്ന് ഐയുടെ വില ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കി.
1 1 ക്ലിയർ 2 2 3 3 അപ്പോൾ I may be 1 2 3 ക്ലിയർ ആണോ ആൻഡ് J എന്ന് പറഞ്ഞാലോ 1 ഉണ്ട് 2 ഉണ്ട് J is equal to only 1 or 2 ക്ലിയർ ഇനി നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം ഓക്കെ ഫസ്റ്റ് ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം A11 is equal to half modulus ഐയുടെ സ്ഥലത്ത് എന്താ കൊടുക്കേണ്ടത് 1 1 മൈനസ് 3 ഇൻറ്റു ജെയുടെ സ്ഥലത്ത് എന്ത് കൊടുക്കണം 1 so this is equal to half modulus 1 minus 3 that is equal to half minus 2 മോഡുലസ് ആയതുകൊണ്ട് നമ്മൾ ആ നെഗറ്റീവ് ചിഹ്നം എടുക്കണ്ട അപ്പോൾ this is equal to half into 2 so 2 get cancelled the answer is 1 അപ്പോൾ നമ്മൾ എഴുതുന്ന മെട്രിക്സിലെ ഫസ്റ്റ് എലമെന്റ് നമുക്ക് കിട്ടി 1 ഈ 1 എങ്ങനെ കിട്ടിയത് A11 ചെയ്തപ്പോൾ കണ്ടോ അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് അറിയണം 3/2 മെട്രിക്സ് ആണെങ്കിൽ എങ്ങനെ ഇരിക്കും A11 കണ്ടോ പിന്നെന്താണ് 3 തന്നെ 3 റോ അപ്പോൾ A21 A31 അങ്ങനെ 3 റോ 2 കോളം A12 ഇനി ഇതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി A22 A32 ഇത്രയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കണം ഇപ്പോൾ സാറ് A11 കണ്ടുപിടിച്ചു കണ്ടോ A11 എങ്ങനെ കണ്ടത് ഇതിന് ഐക്ക് 1 എന്ന് കൊടുത്തു ജെക്ക് 1 ഇനി നിങ്ങൾ ചെയ്യേണ്ടത് A12 കണ്ടുപിടിക്കണം അപ്പോൾ ഐക്ക് എന്ത് കൊടുക്കണം 1 കൊടുക്കണം ജെക്ക് 2 കൊടുക്കണം ഈ ഫോർമുലയിൽ അങ്ങനെ എല്ലാം കണ്ടുപിടിച്ചിട്ട് എഴുതാം ഓക്കെ സോ ജനറൽ ആയിട്ട് നമ്മൾ എങ്ങനെ പറയാം അപ്പോൾ നമ്മൾ ഐയുടെ വില എന്തൊക്കെയാണ് 1 2 3 ജെയുടെ വില എന്ന് പറഞ്ഞാൽ 1 2 ക്ലിയർ സോ ആദ്യം 1 കണ്ടുപിടിച്ചു ഇനി A12 എങ്ങനെയാണ് കാണുന്നത് നോക്കാം ഐയുടെ സ്ഥലത്ത് 1 കൊടുത്തു ആൻഡ് ജെയുടെ സ്ഥലത്ത് 2 A12 ആണ് സോ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 1 മൈനസ് 6 ദറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 5 മൈനസ് 5 ഓക്കെ മൈനസ് 5 കിട്ടും ആൻസർ പക്ഷെ മോഡുലസ് ആയതുകൊണ്ട് നമ്മൾ 5 എടുക്കുള്ളൂ 5 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 5/2 ക്ലിയർ നെക്സ്റ്റ് A21 ഇത് കണ്ടുപിടിക്കണം ക്ലിയർ ഏത് ഇത് ഇതേപോലെ തന്നെ ഐക്ക് 2 ജെക്ക് 1 2 മൈനസ് 3 എന്ന് പറഞ്ഞാൽ -1 മോഡുലസ് എടുക്കുമ്പോൾ പോസിറ്റീവ് ക്ലിയർ അടുത്തത് A22 ഇതേപോലെ തന്നെ എന്താണ് ഐക്ക് 2 എന്ന് കൊടുത്തു ജെക്ക് 2 എന്ന് കൊടുത്തു അപ്പോൾ 2 മൈനസ് 6 എന്ന് പറയും 2 മൈനസ് 6 എന്ന് പറഞ്ഞാൽ -4 അതിൻ്റെ മോഡുലസ് കളയുമ്പോൾ 4 വരും ദറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 4 വെട്ടിപ്പോയി ആൻസർ 2 ക്ലിയർ നെക്സ്റ്റ് A31 ഈ എലമെന്റ് ലാസ്റ്റത്തേല ഇതുപോലെ 3 കൊടുക്കുന്നു ഐക്ക് 3 കൊടുക്കുന്നു ജെക്ക് 1 കൊടുക്കുന്നു ക്ലിയർ അപ്പോൾ എന്ത് കിട്ടും 3 ഇൻറ്റു 1 3 മൈനസ് 3 0 ആൻസർ 0 ക്ലിയർ അടുത്ത A32 ഇതേപോലെ ഐക്ക് നിങ്ങൾ 3 കൊടുക്കുക ജെക്ക് 2 കൊടുക്കുക അപ്പോൾ 3 മൈനസ് 6 -3 വരും -3 മോഡുലസ് ചെയ്യുമ്പോൾ 3 ഓക്കെ അങ്ങനെ 3/2 ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി എങ്ങനെ എഴുതണം ശ്രദ്ധിക്കണം A11 ആണ് ആദ്യം അപ്പോൾ 1 ക്ലിയർ then A12 5/2 then A21 1/2 then A22 2 then A31 okay then A32 okay ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ആൻസറുകൾ നമ്മൾ ഈ ആൻസറുകൾ എല്ലാം ഇങ്ങനെ മെട്രിക്സിന്റെ രൂപത്തിലാക്കി എഴുതണം അതാത് സ്ഥലത്ത് ഓക്കെ ക്ലിയർ ഒരു എക്സാമ്പിൾ എടുത്തു കൺസിഡർ ദ ഫോളോയിങ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ നമ്പർ ഓഫ് മെൻ ആൻഡ് വുമൺ വർക്കേഴ്സ് ഇൻ 3 ഫാക്ടറീസ് 1 2 and 3 3 ഫാക്ടറി ഉണ്ട് 1 2 3 അവിടെ മെൻ വർക്കേഴ്സ് ഉണ്ട് വുമൺ വർക്കേഴ്സ് ഉണ്ട് അതിനകത്ത് മെന്ന് 30 പേര് ഒന്നാമത്തെ ഫാക്ടറിയിൽ വുമൺ 25 പേര് ഇങ്ങനെയാണ് ഡാറ്റാസ് represent the above information in the form of 3/2 matrix what does the entry in the third row and second column represent അപ്പോൾ 3/2 മെട്രിക്സ് എന്ന് പറയുമ്പോൾ 3 റോ ആണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് ഇങ്ങനെ തന്നെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ 3 റോ വരുമോ നോക്കാം നമുക്ക് 1 2 3 യെസ്
2 കോളം വരുമോ 1 2. അപ്പോൾ ഒന്നുമില്ല, അങ്ങനെ തന്നെ എടുത്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇത് തന്നെയാണ് ഉത്തരം വരിക. ഇനി വാട്ട് ഡസ് ദ എൻട്രി ഇൻ ദ തേർഡ് റോ ഇൻ സെക്കൻഡ് കോളം? തേർഡ് റോ എന്ന് പറഞ്ഞാൽ ഇതാണ്, സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതാണ് 3 2 A32. ക്ലിയർ? അതെന്താ സൂചിപ്പിക്കുന്നത്? 26 എന്ന് പറഞ്ഞാൽ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? വുമൺ വർക്കർ. എവിടത്തെ? മൂന്നാമത്തെ എന്ത് ഫാക്ടറിയിലെ വുമൺ വർക്കേഴ്സിനെയാണ് തേർഡ് റോ ആൻഡ് സെക്കൻഡ് കോളം റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, വി ക്യാൻ ആൾസോ റെപ്രസെന്റ് എനി പോയിന്റ്. നമ്മൾ പോയിന്റ് ഒക്കെ അടയാളപ്പെടുത്താൻ പഠിച്ചിട്ടുണ്ടാവും കോർഡിനേറ്റ് ജോമെട്രിയിൽ. ഇത് എക്സ് വൈനെ പ്ലെയിൻ മെട്രിക്സ് കോളമോ അല്ലെങ്കിൽ റോ ആയിട്ട് എഴുതാം. ഇപ്പോൾ എക്സ് വൈനെ ഇങ്ങനെ താഴേക്ക് എഴുതാം, ഇത് കോളം, അല്ലെങ്കിൽ ഇങ്ങനെ റോ ആയിട്ട് എഴുതാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 0 1 നമുക്ക് എങ്ങനെ എഴുതാം? താഴേക്ക് 0 1 അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നേരെ എഴുതാം. ഓക്കെ, ക്ലിയർ? ഒരു റെക്റ്റാങ്കിളിൻ്റെ 4 മൂലകളാണ് എ ബി സി ഡി. ഓക്കെ, നമുക്ക് തന്നെങ്ങനെ എ ബി സി ഡി തന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ താഴേക്ക് എഴുതാം. ആദ്യം താഴേക്ക് എഴുതാം. അപ്പോൾ 1 0 1 0 3 2 3 2 1 3 1 3 -1 2. അപ്പോൾ നമ്മളിവിടെ എത്ര റോ എഴുതി? 1 2 റോ. ഇപ്പോൾ 2 റോ 1 2 3 4 കോളം 2/4 മെട്രിക്സ് അങ്ങനെയാക്കിയത്. അല്ലെങ്കിൽ തിരിച്ചെഴുതാം, എന്താണ് 4/2 മെട്രിക്സ്. ക്ലിയർ ആണോ? ഇപ്പോൾ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് A11, അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഇത് A12 ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. A13 ഫസ്റ്റ് റോ തേർഡ് കോളം. A1J മീൻസ് jth കോളം. അങ്ങനെ എവിടം വരെ പോകും? n വരെ പോകും. എന്താണ് n? m/n. ഇപ്പം നിങ്ങളോട് 3/4 മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ 4 കോളം എന്തായാലും എഴുതണമല്ലോ. ഇതാണ് നമ്മൾ n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് എന്ത്? m. ക്ലിയർ? അപ്പോൾ n വരെ പോകും, ലാസ്റ്റ് അവസാനിക്കുന്ന n-ലായിരിക്കും. അതുപോലെ A21 A2 A23 A2J A2n അവസാനിക്കും. ഇനി നമ്മൾ ഈ സംഖ്യകൾ മാറ്റി റോയുടെ സ്ഥലത്ത് നമ്മൾ i എന്ന് പറഞ്ഞ ജനറലായിട്ട് കൊടുത്തു. I1 I2 I3 IJ വരെ വരും. കണ്ടോ, IJ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടോ, IJ ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തരാം, IJ എന്ന് പറഞ്ഞിട്ട്. IN. ഇനി നമ്മളെന്താണ്, നമുക്കറിയാം ഫസ്റ്റ് ലാസ്റ്റ് റോ എപ്പോഴും എന്തായിരിക്കും? ഇവിടെ പറഞ്ഞിരിക്കുന്ന എണ്ണമായിരിക്കും അല്ലേ? ഇപ്പം നിങ്ങളോട് 3/4 മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ലാസ്റ്റ് റോ എന്തായിരിക്കും? 3 ആയിരിക്കും. സോ നമുക്ക് M1 M2 M3 MJ ലാസ്റ്റ് AMN. ഇതിനകത്ത് ഈ MN ആണ് എന്ത്? ഇതിനകത്ത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ളത്, എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നുള്ളത് സൂചിപ്പിക്കുന്നത് MN ആണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് AIJ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. AIJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I എന്ന് പറയുന്നത് എപ്പോഴും ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ആയിരിക്കും, ഒന്നിൽ കുറവായിരിക്കില്ല. ഓക്കെ, ഏതെങ്കിലും ഫസ്റ്റ് റോ എന്തായാലും വേണമല്ലോ. എന്തിനേക്കാളും ചെറുതായിരിക്കും അത്? എമ്മിനേക്കാളും ചെറുത് അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് 3/4 മെട്രിക്സ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ 1 എന്ന് പറയുന്നത് ഈ 4-നേക്കാളും ചെറുതല്ലേ? ചെറുതാണ്. 4 ആണ് M ആയിട്ട് വരാം. 3 ആണ് M ആയിട്ട് വരാം. ക്ലിയർ? 3 ആണ് M ആയിട്ട് വരാം. ഓക്കെ, എന്നിൻ്റെ സ്ഥലത്ത് എന്താണ്? 4 3 4. അപ്പോൾ നിങ്ങളോട് 3/4 മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ 3 M-ൻ്റെ സ്ഥലത്ത് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു 3 എഴുതി നോക്കിയേ, ശരിയല്ലേ? ഇവിടെയുള്ള എല്ലാ I എന്ന് പറയുന്നതും എന്തിനേക്കാളും ചെറുതായിരിക്കും? 3-നേക്കാളും ചെറുതായിരിക്കും. ഇതൊക്കെ 2 ആയിരിക്കും എല്ലാ I. ഇതൊക്കെ 3. അപ്പോൾ ഐയുടെ വില എപ്പോഴും ഒന്നില്ലെങ്കിൽ 3 അല്ലെങ്കിൽ 3-ന് ചെറുത്. അതായത് ജനറലി പറഞ്ഞാൽ ഐയുടെ വില എപ്പോഴും M-ഓ അല്ലെങ്കിൽ M-ൽ താഴെ ആയിരിക്കും. ഇനി ജെയുടെ വില എടുത്താലോ? ജെയുടെ വില മാക്സിമം ഇവിടെ വരെ എന്താണ്? 4 വരെ വരാം. ജെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആളാണ്, കോളമാണ്. അപ്പോൾ ജെയുടെ വില ഒന്നില്ലെങ്കിൽ 4 ആവാം, അല്ലെങ്കിൽ 4-ൽ ചെറുത്. അതായത് N ആവാം അല്ലെങ്കിൽ N-ൽ ചെറുത്. ഇനി ഈ ഐയും ജെയൊക്കെ എന്തിൽ വരും? നാച്ചുറൽ നമ്പേഴ്സിൽ വരും. ഓക്കെ, ക്ലിയർ? ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ AIJ എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ തരും. നിങ്ങളവിടെ ഫസ്റ്റ് എലിമെന്റ് കാണുമ്പോൾ ഐക്ക് 1 എന്ന് കൊടുക്കുക, ജെക്ക് 1 എന്ന് കൊടുക്കുക. സെക്കൻഡ് എലിമെന്റ് കാണുമ്പോൾ ഐക്ക് 1 എന്ന് കൊടുക്കുക, ജെക്ക് 2. അങ്ങനെ കൊടുത്ത് ചെയ്ത് ഓരോ എലിമെന്റും കണ്ടുപിടിച്ച് ഇതുപോലെ മെട്രിക്സ് ആക്കി എഴുതണം. അത്രയേ ഉള്ളൂ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ
ഇവിടെ ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. റൈറ്റ് ദ ഓർഡർ ഓഫ് ദ മെട്രിക്സ്. ഓർഡർ കണ്ടുപിടിക്കാൻ വെരി സിമ്പിളാണ്. എത്ര റോ ഉണ്ട്? 1 2 3 3 ബൈ എത്ര കോളം ഉണ്ട്? 1 2 3 4. ഓർഡർ കിട്ടി. 3/4 ആണ് എന്ത്? ഓർഡർ. ക്ലിയർ? The given matrix, the number of rows 3 and the number of columns 4. Therefore, the order of the matrix 3/4. And the number of elements 3/4 and 3 into 4 12. Very simple. The third question, write the elements A13, A21, A33, A24, A23. അത് നിങ്ങൾ നോക്കി പറയണേ. A13 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഫസ്റ്റ് റോ തേർഡ് കോളം. ഫസ്റ്റ് റോ 1 2 3 തേർഡ് കോളം, ദാറ്റ് ഈസ് 19. അടുത്തത് A21 സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 35. അടുത്തത് A33 തേർഡ് റോ തേർഡ് കോളം -5. അടുത്തത് A24 സെക്കൻഡ് റോ ഫോർത്ത് കോളം 12. അടുത്തത് A23 സെക്കൻഡ് റോ തേർഡ് കോളം 5/2. ക്ലിയർ? ദിസ് ഈസ് ദ ആൻസർ. വെരി സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, construct 3/4 matrix whose elements are given by Aij is equal to half modulus minus 3i plus j and Aij is equal to 2i minus j. കൺസ്ട്രക്ട് ചെയ്യാം. ക്ലിയർ? ജനറലി പറഞ്ഞാൽ എ 3/4 മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 റോ. എത്ര റോ വരും? 3 റോ. 1 2 3 ആൻഡ് 4 കോളം 1 2 3 4. ലാസ്റ്റ് അവസാനിക്കുന്നത് 3/4. ഇത്രയും ആൾക്കാർ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3i വരും, 4j വരും. ഓക്കെ, വേഗം കാണാം. നമുക്ക് A11 എന്ന് പറയുമ്പോൾ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യണം. ഹാഫ് ഇൻറ്റു -3 ഇൻറ്റു ഐയുടെ സ്ഥലത്ത് 1 കൊടുക്കുക പ്ലസ് 1. ക്ലിയർ? ഈക്വൽ ടു ഹാഫ് ഇൻറ്റു -3 ഇൻറ്റു 1 -3 പ്ലസ് 1 മോഡുലസ് ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു -3 പ്ലസ് 1 എന്താണ്? -2. ദറ്റ് മോഡുലസ് എടുക്കുമ്പോൾ വെറും 2 വെട്ടിപ്പോവും. ദറ്റ് ഈസ് ഈക്വൽ ടു 1. ക്ലിയർ? ഇതേപോലെ എല്ലാം നിങ്ങൾ ചെയ്യണം. അടുത്തത് ഇതേപോലെ -3 1 2 ആണ് വേണ്ടത്. A12 ഇപ്പോൾ ഇവിടെ 1 കൊടുത്തു, 2 അപ്പോൾ ഇവിടെ എന്താണ് ജെയുടെ സ്ഥലത്ത് എന്താണ് 2 കൊടുത്തു. സോ -3 ഇൻറ്റു 1 -3 കിട്ടും പ്ലസ് 2 -3 പ്ലസ് 2 കൂടി കൂട്ടുമ്പോൾ -1 കിട്ടും. കണ്ടോ? അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ 1 ഇൻറ്റു 1 1/2. അടുത്തത് A13 കാണുമ്പോൾ ഇതുപോലെ -3 ഇൻറ്റു 1 ഇവിടെ 3 കൊടുക്കുക. ഇപ്പോൾ -3 പ്ലസ് 3 0. ദിസ് ഈസ് 0 ഇൻറ്റു എനിത്തിങ് 0. അത് A14. അപ്പോൾ ഇവിടെ നമ്മൾ 1 കൊടുക്കുന്നു, ഇവിടെ 4 കൊടുക്കുന്നു. -3 ഇൻറ്റു 1 -3 4 -3 പ്ലസ് 4 എത്രയാണ്? 1 ഇൻറ്റു എനിത്തിങ് അത് തന്നെ. A21 ഇതേപോലെ ചെയ്യുക. 2 പ്ലസ് 1 -3 ഇൻറ്റു 2 -6 കിട്ടും. പ്ലസ് 1 ചെയ്യുമ്പോൾ -5 മോഡുലസ് ഇല്ലാതെ എടുക്കുക. അപ്പോൾ 5/2. അടുത്തത് 2 അപ്പോൾ ഇവിടെ 2 കൊടുത്തു, ഇവിടെ 2 കൊടുത്തു. -3 2 -6 പ്ലസ് 2 -4 മോഡുലസ് കളഞ്ഞു 4/2 2. പിന്നെ A23 കാണുമ്പോൾ -3 ഇൻറ്റു 2 -6 2 3 ആണ്. അപ്പോൾ ജെയുടെ സ്ഥലത്ത് 3 -6 പ്ലസ് 3 -3 മോഡുലസ് കളഞ്ഞു 3/2. അടുത്തത് A24 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും, ഇവിടെ വരും, ഇവിടം വരെ എത്തി നമ്മൾ കേട്ടോ. അപ്പോൾ 24 അപ്പോൾ ഐക്ക് 2 ജെക്ക് 4 -3 ഇൻറ്റു 2 -6 പ്ലസ് 4 -2 വെട്ടിക്കളഞ്ഞപ്പോൾ 1. ദെൻ A31 എന്ന് പറയുമ്പോൾ ഐക്ക് 3 ജെക്ക് 1 -9 പ്ലസ് 1 -8 വെട്ടിഹരിക്കുമ്പോൾ 4. -8 മോഡുലസ് എടുക്കുമ്പോൾ ഈ രണ്ട് പേരുടെ അകത്തായതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് സൈൻ എടുക്കില്ല കേട്ടോ. ഇനി A32 നമ്മൾ ഇതേപോലെ തന്നെ ഐക്ക് 3 ജെക്ക് നമ്മൾ 2 കൊടുക്കുന്നു. അപ്പോൾ 3 ഇൻറ്റു 3 9 പ്ലസ് 2 -7 7/2. ദെൻ A33 ഇതേപോലെ നിങ്ങൾ ചെയ്യുക. A34 ചെയ്യുക. സോ ഫൈനലി ഈ കിട്ടുന്ന ആൻസറുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുവന്നിടണം. ക്ലിയർ? ഇവിടെ കിട്ടിയ 1 നമ്മളിവിടെ എഴുതി, കാരണം അതാണ് A11 ആണ്. A12 എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ ഹാഫ് എഴുതി. A13 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ തേർഡ് കോളം 0.
A14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 കണ്ടോ, ഇങ്ങനെ ഓർഡറിൽ നമ്മൾ എഴുതുക. ഓക്കെ, സിമിലർലി യു ക്യാൻ ഡു ദ സെക്കൻഡ് പ്രോബ്ലം 2i minus j. ഇതാണ് ഇതിൻ്റെ ഓർഡർ 3/4. ഫൈൻഡ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് താഴേക്കാണ്, അതായത് ഇതും ഒരു സെറ്റായിട്ട് ആദ്യം ചെയ്തു. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കറക്റ്റായിട്ട് അതേ സ്ഥലത്ത് എഴുതിയാൽ മതി എന്നുള്ളൂ. A11 അപ്പോൾ ഐക്ക് 1, ജെക്ക് 1, 2 × 1 2 - 1 2, 2 - 1 1. അത് A21 2 × 2 4, 4 - 1 3, 2 × 3 6, 6 - 1 5. Similarly you can do all things like this, then find the matrix. Okay, മെട്രിക്സ് എഴുതുമ്പോൾ എന്ത് എഴുതണം ശ്രദ്ധിക്കണം, നമ്മളിവിടെ താഴേക്കാണ് ചെയ്തത്, അപ്പോൾ കിട്ടിയ ആൻസർ അതേപോലെ തന്നെ താഴേക്ക് തന്നെ എഴുതാൻ വേണം. ക്ലിയർ? ഓക്കെ, visit part 3 types of matrices. Subscribe to our new channel too, only for higher secondary, +1 and +2, SAT tuition at HSS. Click on the link in the description to subscribe. Thank you. Please subscribe to our YouTube channel for new updated videos. Thank you once again.